السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم ونعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب يسر ولا تعسر وتمم بالخير. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب يسر ولا تعسر وتمم بالخير. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم اجعل حبك أحب إلينا من أنفسنا. الحمد لله. الحمد لله رب العالمين. മൈ ഡി സിസ്റ്റേഴ്സ്, അപ്പം നമ്മൾ ഇന്ന് ഇൻഷാല്ല നെക്സ്റ്റ് സൂറ മനസ്സിലാക്കാൻ പോവാണ്. സൂറത്ത് നസ്ർ അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറയാണ്. വെറും 3 ആയത്തുകളാണ് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 110ാമത്തെ സൂറയായിട്ടാണ് സൂറത്ത് നസ്ർ മാറ്റി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൂറ മദനി സൂറയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റക്ക് പോയതിനു ശേഷമുള്ള സൂറയാണ്. പക്ഷെ ഈ സൂറ അവതരിക്കപ്പെട്ടിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതായത് ഹിജ്റ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ആയ സമയത്തും ആണ് എന്നാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. അപ്പം നമ്മൾ ഇൻഷാ സൂറത്തിന്റെ ആ ഒരു അസ്ബാബു നുസൂൽ അല്ലെങ്കിൽ സൂറയുടെ അവതരണം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻഷാ ഈ സൂറക്ക് ഉള്ള മറ്റ് നാമങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കാണുന്ന സൂറത്തുൽ നസ്ർ അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ആയത്തിലുള്ള നസ്റുല്ലാ എന്നുള്ളതിൽ നിന്ന് വന്നിട്ടുള്ള നസ്റാണ് ഈ സൂറക്ക് ഈ ഒരു പേര് നൽകപ്പെടാനുള്ള കാരണം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫത്ഹ്. സൂറത്തിന്റെ 1ാമത്തെ ആയത്തിൽ തന്നെ അവസാനത്തിൽ അൽ ഫത്ഹ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫത്ഹ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ വേറെ വിശുദ്ധ ഖുർആനിലെ വേറൊരു സൂറ കൂടെയുണ്ട്, സൂറത്തുൽ ഫത്ഹ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സൂറത്തില് യഥാർത്ഥത്തിൽ ഹുദൈബിയ സന്ധിയെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. ഇവിടെ ഫത്ഹ് എന്ന് പറയുന്നത് ഫത്ഹ് മക്ക, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു സമയം അവിടെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മുഫസ്സിറുകളുടെ അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു നാമം എന്ന് പറഞ്ഞാൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. 1ാമത്തെ ആയത്ത് മുഴുവനായിട്ടും സൂറത്തു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്നുള്ള ഒരു പേരുണ്ട്. പിന്നെ മറ്റൊരു സൂറയുടെ പേരെന്ന് പറഞ്ഞാൽ സൂറത്ത് തൗദീഅ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് പറയാ മരണം കുറിക്കുന്ന ഒരു സൂറത്ത് കൂടാണ് ഇത്. ഈ ഒരു സൂറത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നത്. അദ്ദേഹം 2 മാസവും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വഫാത്തായിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സൂറത്ത് തൗദീഅ എന്നുള്ളൊരു പേരും ഈ ഒരു സൂറത്തിന് നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഈ ഒരു സൂറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടതിൽ അതായത് ഒരു സൂറ മുഴുവനായിട്ടും ഇറക്കിയിട്ടുള്ള ഏറ്റവും അവസാന സൂറയാണ് സൂറത്ത് നസ്ർ. അതിനുശേഷം വേറെയും ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു സൂറ മൊത്തമായിട്ട് ഇറങ്ങിയിട്ടില്ല. മൊത്തമായിട്ട് ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ തന്നെ മൊത്തമായിട്ട് ഇറങ്ങിയിട്ടുള്ള അവസാന സൂറത്ത് നസ്റുമാണ്. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മൾ സൂറത്തിന്റെ അസ്ബാബ് നുസൂൽ അല്ലെങ്കിൽ ഈ ഒരു സൂറ ഇറങ്ങാണ്ടായ പശ്ചാത്തലത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മെജോറിറ്റി അഭിപ്രായങ്ങളും തന്നെ 3 ഒന്നെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയം ഉണ്ടായ സമയം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴ്പ്പെടുത്തിയ ആ സമയത്ത്, അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി മക്ക കീഴ്പ്പെടുത്തിയിട്ടുള്ള ആ സമയത്താണ് ഈ ഒരു സൂറത്ത് ഇറക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ മറ്റൊന്നായിട്ട് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് കഴിഞ്ഞിട്ട് ഹജ്ജത്തുൽ വിദാ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയിലായിട്ടുള്ള സമയത്താണ് എന്ന് പറയുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയിൽ അയ്യാമ തശ്രീഖ് ദിവസങ്ങളിൽ ഉണ്ടായ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്ത് ഇറക്കിയിട്ടുള്ളത് എന്നാണ് മറ്റൊരു അഭിപ്രായം. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ സുൽഹുൽ ഹുദൈബിയ, അതായത് ഹുദൈബിയ സന്ധിക്ക് ശേഷം ഹിജ്റ 6ാം വർഷം ഖൈബർ യുദ്ധത്തിന് ഖൈബർ യുദ്ധത്തിൽ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ് ഈ ഒരു സൂറ. അങ്ങനെയാണ് ഈ ഒരു യുദ്ധം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫത്ഹ് മക്ക ഉണ്ടായിട്ടുള്ളത് എന്നാണ് അഭിപ്രായം വരുന്നത്. അതായത് ഫത്ഹ് മക്ക ഹിജ്റ 8ാം വർഷമാണ്.
അതുപോലെ സുൽഹുൽ ഹുദൈബിയ ഹിജ്റ 6-ാം വർഷമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അഅലം. അപ്പോൾ ഇതിലൊക്കെ കൂടുതലായിട്ടും അഭിപ്രായം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാന്റെ സമയത്താണ് ഈ ഒരു സൂറ ഇറക്കപ്പെട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി മൈനോറിറ്റി അഭിപ്രായം പറയുന്നത് എന്ന് വെച്ചാൽ ഈ സൂറ മക്കയിൽ തന്നെ ഇറക്കപ്പെട്ടുള്ള സൂറയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പുള്ള സൂറയാണ് എന്ന് പറയുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആശ്വാസം നൽകുകയാണ്. എന്താണ്, ഒരു വിക്ടറി ഉണ്ടാകും, വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളൊരു ആശ്വാസം എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഇറക്കിയിട്ടുള്ളത് എന്നാണ് ഒരു അഭിപ്രായം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇതാ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ, ഇതാ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കൂടുതൽ. പക്ഷെ ഖുർആനിൽ തന്നെ എക്സെപ്ഷൻ ആയിട്ട് പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ്, ഭൂതകാലത്തിൽ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലായിട്ട് ഉപയോഗിക്കുമ്പം ഇദ് എന്നാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ എന്താണ് നമുക്കറിയാം, എന്താണ് പറയാ, വഇദ് ഖുൽനാ ലിൽ മലായികത്തു അങ്ങനെ കുറെ ആയത്തുകൾ വരുന്നില്ലേ, അപ്പോഴൊക്കെ ഇദ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഓൾറെഡി നടന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ് എന്നും, ഇനി വരാനിരിക്കുന്ന സംഭവം ആണെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ എന്നുമാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവിടെ എക്സെപ്ഷൻസും കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളത് സൂറത്തുൽ മസദ് അല്ലെ, അവിടെ അബൂലഹബിനെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അബൂലഹബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയാ, അത്രയും നിന്ദനാക്കിയിട്ടും അബൂലഹബ് ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല. അത് ഖുർആനിന്റെ ഒരു എന്താണ് അമാനുഷികത്വം തന്നെയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്താണ് ഒരു മിറാക്കുലസ് ഗ്യാരണ്ടി നൽകുകയാണ്. തീർച്ചയായിട്ടും അബൂലഹബിന് സംഭവിക്കുന്നത് പോലെ ഒരു എന്താണ് നമുക്കും ഒരു എന്താണ് വിക്ടറി, ഇസ്ലാമിന് തീർച്ചയായിട്ടും ഒരു വിക്ടറി ഉണ്ടാകും എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു സൂറത്ത്. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഒരു സൂറത്തിനുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ സൂറത്തിന്റെ ഒരു ഇൻഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ സൂറത്തിന്റെ പ്രാധാന്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ സൂറ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കുറിക്കുന്ന ഒരു സൂറയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അതായത് അവസാന സമയത്ത്, നമ്മളുടെ ജീവിതത്തിന്റെ അവസാന സമയത്ത്, നമുക്ക് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം നമുക്ക് ആർക്കും അറിയാത്തത്. കാരണം നമ്മൾ തീർച്ചയായിട്ടും ഇതെപ്പോഴും നമ്മുടെ ലൈഫിൽ പാലിക്കുന്ന ഒരു കാര്യമാണ് ഈ സൂറയിൽ പറയുന്ന വിഷയങ്ങൾ. ഇൻഷാ അല്ലാഹ് നമ്മളത് കൂടുതലായിട്ട് മനസ്സിലാക്കും. അപ്പോൾ എങ്ങനെയാണ് ജീവിതത്തിന്റെ അവസാന സമയങ്ങൾ നമ്മൾ കൂടുതലായിട്ടും സ്പെൻഡ് ചെയ്യേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങൾ കൂടുതലായിട്ടും സ്പെൻഡ് ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സൂറ കൂടെയാണ് സൂറത്തുൽ നസ്ർ. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ സൂറയിലൂടെ നമ്മളോട് പറയുന്നതാണ്, എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ഹംദ് ചെയ്യണം, അതുപോലെ തന്നെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യണം, തഹ്മീദ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ തസ്ബീഹിന് മറ്റൊരു ഒപ്പീനിയനായിട്ട് പറയുന്നത് നമസ്കാരം വർദ്ധിപ്പിക്കണം എന്നും ഒരു അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഈ ഫത്ഹ് മക്ക കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 8 റക്അത്ത് നമസ്കരിക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നമസ്കാരം നമസ്കരിച്ചതാണ് എന്നും പറയുന്നുണ്ട്. മറ്റൊന്ന് പറഞ്ഞാൽ സ്വലാത്തുൽ ഫത്ഹ്, അതായത് വിജയം ലഭിച്ചത് കാരണമുള്ള നമസ്കാരം ആണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തസ്ബീഹ് എന്നുള്ളതിന് നമസ്കാരം എന്നൊരർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുനിന്ന് ലഭിച്ചൊരു പ്രാർത്ഥന ഉണ്ട് അല്ലേ, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. കാരണം അദ്ദേഹം ചെറിയ യങ്സ്റ്റർ ആയ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒരു വലിയ പ്രായമായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഈ സൂറത്തിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയും, അങ്ങനെ പലരും കൂടുതൽ തസ്ബീഹ് ചെയ്യണം, കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യണം, അള്ളാഹുവിൻ്റെ വിജയം വന്നാൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള മെസ്സേജസ് മാത്രം പറഞ്ഞു തന്നു. പക്ഷേ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്
ഈ ഒരു സൂറത്ത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അടുത്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ മിഷൻ ഈ ലോകത്ത് അവസാനിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സൈനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറ ഇറക്കിയിട്ടുള്ളത് എന്നാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സൂറത്തിന്റെ ഇനീഷ്യലായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ സൂറയും അതിന് മുമ്പുള്ള സൂറയായിട്ടുള്ള കണക്ഷൻ നമുക്കറിയാം. സൂറ അൽ കാഫിറൂൻ, അതിന് മുമ്പുള്ള സൂറ അൽ കാഫിറൂൻ ആണ്. ഈ സൂറത്തെ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ നുബുവത്തിന്റെ തുടക്കമായിട്ടുള്ള സമയത്താണ്. കാരണം വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് അല്ലേ. അപ്പോൾ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കോംപ്രമൈസിനൊക്കെ വരുന്നൊരു സമയമായിരുന്നു. മെല്ലെ മെല്ലെ ഇസ്ലാം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്ത് ഇറക്കിയിട്ടുള്ളത്. എന്നാൽ സൂറത്ത് നസ്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജയം പൂർണ്ണമായിട്ടുള്ള സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങിയ സമയത്ത് ഖുറൈശികൾക്ക് പവർ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തെങ്കിലും ചെയ്യാനൊക്കെ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കൗസറിലൂടെ അബ്തർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാഫിറുകളെയാണ് അല്ലെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിനക്ക് ഇന്ന അത്വൈനാക്കൽ കൗസർ, തീർച്ചയായിട്ടും ഞാൻ നിനക്ക് കൗസർ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൗസർ അല്ലെങ്കിൽ ഒരുപാട് നന്മ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൂറത്ത് നസ്ർ ആണ് അല്ലെ. കാരണം ഈ വേൾഡിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് നന്മ നൽകുകയാണ്. കാരണം ആ ഫത്ഹ് മക്കയോട് കൂടി ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ സൂറത്തുൽ കാഫിറൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളെ അഭിസംബോധന ചെയ്യാണ് അല്ലെ. അങ്ങനെ ഒരുപാട് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തതും അല്ലെങ്കിൽ ഇസ്ലാമിനെ നിഷേധിച്ച ആളുകളൊക്കെ അവരൊക്കെ കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ഒരു ചിത്രമാണ് സൂറത്ത് നസ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ ഓപ്പൺ ഡിക്ലറേഷൻ ആണ് ഞങ്ങൾ സെപ്പറേഷൻ, അതായത് ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ദൈവത്തിനെ ആരാധിക്കില്ല എന്നുള്ളൊരു ഓപ്പൺ ഡിക്ലറേഷൻ ആയിരുന്നു സൂറത്തുൽ കാഫിറൂൻ അല്ലെ. എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഗ്യാരണ്ടിയാണ്, അള്ളാഹുവിന്റെ ദീനാണ് വിജയിക്കുക എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് സൂറത്തുൽ കാഫിറൂനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അവരുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ പറഞ്ഞ ആ എൻ്റെ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉയർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന്റെ വിധി അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയവുമാക്കി. അതുപോലെ തന്നെ സത്യനിഷേധികളുടെ ദീനിന്റെ വിധി അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയമാക്കി. അതുപോലെ തന്നെ അവരിൽ ഒരു എക്സാമ്പിൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മസദിലൂടെ അബൂലഹബിന്റെ അന്ത്യം കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഈ ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയങ്കരമായിട്ട് വിഷമിക്കാറുണ്ടായിരുന്നു അല്ലെ. നമുക്കറിയാം ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിക എന്നൊക്കെ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാറുണ്ട്, നീ അവരുടെ പിന്നാലെ നടന്ന് നീ നിന്നെ തന്നെ നശിപ്പിക്കല്ലേ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര വിഷമായിരുന്നു ആരും ഇസ്ലാമിലേക്ക് വരാത്തപ്പോൾ, അല്ലെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ സത്യം ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടും എന്താണ് ഇവർക്കിത് മനസ്സിലാവാത്തത് എന്നുള്ള ആ ഒരു വിഷമം നബിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് അത് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമം എന്ന് പറഞ്ഞാൽ നബിയാണ് ഖാതമുൽ അംബിയ അല്ലെ, ഏറ്റവും അവസാനത്തെ പ്രവാചകൻ. ഞാൻ പറഞ്ഞത് ആളുകൾ കേട്ടിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് പിന്നെ ആരാണ് പറഞ്ഞു കൊടുക്കുക? അങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിലുള്ള ആ ഒരു വിഷമത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഗ്യാരണ്ടി ആണ് സൂറത്തുൽ നസ്ർ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഹൃദയത്തിന് ശാന്തി നൽകാണ്. നീ കാണുന്നതാണ് ജനങ്ങളെ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കൂട്ടമായിട്ട് അള്ളാഹുവിന്റെ ദീനിൽ നീ പ്രവേശിക്കുന്നത് കാണും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ
കഥയിലൂടെയും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പരീക്ഷണ ആ കാലത്തിലൂടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാഠങ്ങൾ നൽകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലെ ഹജ്ജിന് വിളിച്ച സമയത്ത് ഒരാളുണ്ടായിരുന്നില്ല. പക്ഷെ സുബ്ഹാനല്ലാഹ് ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ട് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഈ സൂറ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കൂടുതൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറയ്ക്ക് ശേഷം സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി എന്ന് കൂടുതലായിട്ടും സുജൂദുകളിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും, അതായത് സുബ്ഹാനക അല്ലാഹുമ്മ അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ചോദിച്ചു, ഇതൊക്കെ നിങ്ങളിത് അധികരിപ്പിച്ചോ, എന്നുള്ളതിനേക്കാളും കൂടുതലാണല്ലോ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലിഅന്നഹു അമറനി, അത് എന്നോട് കൽപ്പിക്കപ്പെട്ടതായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നസ്ർ പാരായണം ചെയ്യുന്നുണ്ട്. ഈ ഒരു സൂറയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായിട്ട് നമസ്കരിക്കാനും കൂടുതലായിട്ട് തസ്ബീഹും തഹ്മീദും ഇസ്തിഗ്ഫാറും ഒക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് പേഴ്സണൽ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളൊരു സൂറയാണ് സൂറത്തുൻ നസ്ർ. ഇത് സൂറത്തിന്റെ 1ഉം 2ഉം ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ വിജയം കാണിക്കുകയാണെങ്കിൽ, 3ാമത്തെ ആയത്തിലൂടെ ഒരു സത്യവിശ്വാസി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാക്ടീസ് നമുക്ക് പഠിപ്പിച്ചു തരാണ്. ആ ഒരു പ്രാക്ടീസ് നമ്മളും നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ഊന്നലും കൂടെയാണ് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഫത്ഹ് മക്കയ്ക്ക് മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ആമുൽ ഉഫൂൽ എന്നാണ്. കാരണം ഒരുപാട് ആളുകൾ, അതായത് ഒരുപാട് അംബാസഡേഴ്സ്, പല നാട്ടിൽ നിന്നും ആളുകൾ വന്നിട്ട് കൂട്ടായിട്ട് 40ഉം 60ഉം 100ഉം ഒക്കെ ആളുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്നിട്ട് പഠിക്കും. തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകും. അങ്ങനെ അവരുടെ ജനങ്ങൾ കൂട്ടായിട്ട് മുസ്ലിംസ് ആകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ഫത്ഹ് മക്കയ്ക്ക് ശേഷം ഉണ്ടായിരുന്നത്. എന്നാലോ ഒരു വർഷം മുമ്പ്, അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടും ആളുകളുടെ ഇടയിൽ ഇറങ്ങിയിട്ടും അള്ളാഹുവിൻ ദീൻ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ 1-2 ആളുകൾ ചിലപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് അപ്രോച്ച് അവരിൽ നിന്നും ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. പക്ഷേ സുബ്ഹാനല്ലാഹ്, അത്രയും ആ ഒരു ഫത്ഹ് മക്കയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആളുകൾ വരികയും അങ്ങനെ കൂട്ടായിട്ട് ആളുകൾ അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് കാലക്രമേണ ഓരോന്നും വിജയിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഇതൊന്നും വിജയിക്കില്ല, അല്ലെങ്കിൽ ആരും ഇത് കേൾക്കാനില്ലെങ്കിൽ ആരും ഇതിലേക്ക് വരുന്നില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. അള്ളാഹു തീർച്ചയായിട്ടും കാലക്രമേണ നമ്മൾ നല്ല നിയത്തോടു കൂടി അള്ളാഹുവിൻ്റെ ദീൻ വിജയിപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ വിജയം കൊണ്ടുവരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എപ്പോഴും അള്ളാഹുവിൻ്റെ അടുത്ത് ഇസ്തിആദ ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങുക. കാരണം ഷെയ്ത്താന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല, ആ ഖുർആനിലെ ആയത്തുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്നുള്ള പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമം കൂടെയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഷെയ്ത്താൻ നമ്മളെ പല രീതിയിലും അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ ക്ലാസ് കേൾക്കുന്നത് ബ്രേക്ക് ചെയ്യിപ്പിച്ചിട്ടും നമ്മൾ ശ്രദ്ധ തിരിപ്പിച്ചിട്ടും, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ ചിന്ത ഡൈവേർട്ട് ആക്കിയിട്ടൊക്കെ ഷെയ്ത്താൻ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ജനങ്ങൾ അള്ളാഹുവിൻ്റെ മതത്തിൽ കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. അൽഹംദുലില്ലാഹ്. ഇതാണ് ഈ സൂറത്തിന്റെ നമ്മൾക്ക് ഡയറക്റ്റ് കാണുന്ന അർത്ഥം. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഡൈവ് ചെയ്യാൻ പോവാണ് ഇൻഷാ അല്ലാഹ്.
ഒന്നാമത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇദാ എന്ന് പറഞ്ഞാൽ വൻ എന്നുള്ള അർത്ഥമാണ്. വന്നാൽ അല്ലെങ്കിൽ എന്താണ് ആയാൽ എന്നർത്ഥം. എന്താണ് ജാഅ അതായത് വന്നാൽ എന്താണ് നസ്റുല്ലാഹ് അള്ളാഹുവിൻ്റെ നസ്ർ അള്ളാഹുവിൻ്റെ സഹായം വന്ന് കിട്ടിയാൽ അതോടൊപ്പം തന്നെ വൽ ഫത്ഹ് വിജയവും. അപ്പൊ അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്ന് കിട്ടിയാൽ അപ്പൊ ജ എന്നുള്ളതിന്റെ റൂട്ട് ലെറ്റർ ജിയും യ ആൻഡ് ഹംസ നസ്ർ നൂൻ സ്വാദ് ആൻഡ് റ ഫത്ഹ് ഫ ത ആൻഡ് ഹ ഇതാണ് റൂട്ട് ലെറ്റേഴ്സ്. ഇനി നമ്മൾ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് പോവാണ്. ഇത് അല്ലെങ്കിൽ ഇത എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ. ഇത് എന്നുള്ളത് പാസ്റ്റിലായിട്ടുള്ള ഒരു സംഭവത്തിനെ കുറിക്കുന്നതാണ്. ഇത എന്നുള്ളത് വരാനിരിക്കുന്ന ഒരു സംഭവത്തിനെ കുറിക്കുന്നതാണ്. നമ്മൾ ജ എന്നുള്ള വാക്കിനെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ വരിക അല്ലെങ്കിൽ കം എന്നുള്ള അർത്ഥത്തിനും ജ എന്നും അതുപോലെ തന്നെ അത്ത എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ത എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എളുപ്പത്തിൽ അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അങ്ങനെ ഭയങ്കര പ്രയാസങ്ങളൊന്നും ഇല്ലാതെ വരുന്നതിനാണ് അത്ത എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ജ എന്നുള്ളത് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആൻഡ് ഹെവിയർ ആണ്. അതായത് എന്താ പറയാ, കുറച്ച് എഫേർട്ട് എടുത്തിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് എന്താണ് കിട്ടുന്ന അല്ലെങ്കിൽ വരുന്ന ആ ഒരു വരവിനാണ് ജ എന്ന് ഉപയോഗിക്കുന്നത്. നമ്മൾ വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലെ, ഭയങ്കര വലുതായത് ഹെവി ആയിട്ടുള്ളതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാറുള്ളത്. ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളത് അല്ലെ. എന്താണ് എന്താ വരുന്നത്? നസ്റുല്ലാഹ് അള്ളാഹുവിന്റെ സഹായമാണ് വരുന്നത്. അത് ഭയങ്കര വലുതാണ്, ഭയങ്കര ഹെവിയർ ആണ്, ഭയങ്കര സ്ട്രോങ്ങർ ആണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അള്ളാഹുവിന്റെ നസ്റുല്ലാഹ് അള്ളാഹ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതോട് കൂടി കൂടുതൽ ആ ഒരു നസ്ർ ആ ഒരു സഹായം സ്ട്രോങ് ആൻഡ് ഹെവി ആകുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് പറഞ്ഞത്? നസ്ർ. നസ്ർ എന്ന് പറഞ്ഞാൽ സഹായം. നമുക്കറിയാം ഖുർആനിൽ പല പല വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ സഹായത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നസ്ർ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹയിൽ നസ്തഈൻ അല്ലേ, ഇസ്തിആന എന്ന് പറഞ്ഞാൽ സഹായം. അവിടെ സഹായം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ എഫേർട്ട് ഇടുക, ബാക്കി അല്ലാഹു നമുക്ക് നൽകും. എന്താണ് നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും നമ്മൾ ചെയ്താൽ ആണെന്ത് നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് തിരിച്ചിങ്ങോട്ട് എന്താണ് അവന് കിട്ടുന്നുള്ളൂ. പക്ഷെ ഇവിടെ നസ്ർ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ഭൂമി, തരിശു ഭൂമി, ആ ഭൂമിയിൽ ഒരു വെജിറ്റേഷനോ ഒന്നുമില്ല. അവിടേക്ക് അള്ളാഹുവിൻ്റെ നസ്ർ ആയിട്ടുള്ള മഴ വന്നതാണ്. ആ മഴ വന്നതോടു കൂടി എന്താണ് ഭൂമിയെ സഹായിക്കുകയാണ്. അതായത് ഭയങ്കര സ്ട്രോങ് ഹെൽപ്പാണ്. കാരണം ആ മഴ വർഷിക്കുന്നതോടുകൂടി ഭൂമി അത്രയും ബാരനായിട്ടുണ്ടായിരുന്ന അത്രയും വരണ്ട ഭൂമിയെ പച്ചപ്പ് കൊണ്ടുവരികയും അതിലേക്ക് എന്താണ് പറയുക, അതിലേക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ആക്കുകയൊക്കെ ചെയ്യണം. അതാണ് ഇവിടെ നസ്ർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നസ്തഈൻ എന്ന് പറയുമ്പം നമ്മൾ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സഹായം. സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് എല്ലാ തരത്തിലുള്ള സഹായം ചെറുതും വലുതായിട്ടുള്ള ഒക്കെ ചോദിക്കുകയാണ്. പക്ഷെ നസ്ർ എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഭയങ്കര വലുതായിട്ടുള്ള ഹെൽപ്പ്. അതായത് നമ്മൾ ശത്രുക്കെതിരെ എന്താണ് അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന സഹായം എന്ന് പറഞ്ഞാൽ നസ്റാണ്. അല്ലെങ്കിൽ വലിയ കാലാമിറ്റീസ് വരുമ്പോൾ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നസ്റാണ്. അപ്പം ഇവിടെ അള്ളാഹുവിൻ്റെ ട്രമണ്ടസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ശക്തമായിട്ടുള്ള സഹായം ലഭിക്കുന്നതിനാണ് ഇദാ ജാഅ നസ്റുല്ലാഹ് അള്ളാഹുവിൻ്റെ സഹായം വന്ന് കിട്ടിയാൽ എന്ന് പറയുന്നത്. അള്ളാഹു ഇവിടെ എന്താണ് നസ്റു മുബീൻ എന്നോ അല്ലെങ്കിൽ നസ്റുൽ അദീം ഒന്നൊന്നല്ലോ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. നസ്റുല്ലാഹ് എന്നാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും മറ്റു സ്ഥലങ്ങളിലും നാഖത്തുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അള്ളാഹുവിൻ്റെ ഒട്ടകം, അല്ലെങ്കിൽ നാറുല്ലാഹ് അള്ളാഹുവിൻ്റെ തീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അള്ളാഹ് എന്ന് ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു ഒരു ഇൻകമ്പാരബിലിറ്റി കാണിക്കണം. അതായത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സഹായം, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വരുന്ന സഹായം എന്ന് പറഞ്ഞാൽ വേറെ ഭൂമുഖത്തുള്ള ഒരുത്തനും ചെയ്യാൻ പറ്റാത്ത സഹായമാണ് നസ്റുല്ലാഹ് അല്ലേ. അപ്പോൾ അള്ളാഹു ആ ഒരു ഇൻകമ്പയറബിൾ, അതായത് ഒരിക്കലും
താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു സഹായമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത് എന്ന് കാണിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്കറിയാം സൂറത്തുൽ കാഫിറൂനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അള്ളാഹു തന്നെ ഡയറക്റ്റ് ആയിട്ട് അവരുടെ അടുത്ത് ഡീൽ ചെയ്യാണ്. എന്നിട്ട് അതേപോലെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന വലിയൊരു ഒരു നസ്ർ തന്നെയാണ് ഈ സൂറത്തുൽ ഫത്ഹിലൂടെ അല്ലെങ്കിൽ സൂറത്തുൽ നസ്റിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സൂറത്തുൽ കാഫിറിലൂടെ ഒരു കോംപ്രമൈസും അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ സൂറയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഇൻകംപാരബിൾ ആയിട്ടുള്ള ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സഹായം നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്കും ദീനക്കും വലിയ ദീൻ എന്നവിടെ പറഞ്ഞപ്പോൾ അവരൊക്കെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം തീരെ ആൾബലമില്ലാത്ത ഈ ഒരു ചെറിയൊരു ദീനെ എങ്ങനെയാണ് ശക്തിപ്പെടുത്താൻ സാധിക്കുക, എങ്ങനെയാണ് ഈ ദീനിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നൊക്കെയാണ് അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആരുടെ സഹായമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളത്? നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത സൂറത്തിലൂടെ തന്നെ പറയാണ്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ ഒക്കെ പറയുന്നുണ്ട്, അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് മുഅ്മിനായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുടെ വലിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് അള്ളാഹു എന്താണ് വിശ്വാസികളുടെ മൗല ആണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ വലി എന്ന് പറഞ്ഞാല് എന്താണ് പറയാ, പ്രൊട്ടക്റ്റീവ് ഫ്രണ്ട് അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഒരു എന്താണ് കൂട്ടുകാരെന്നുള്ള അർത്ഥമാണ്. പക്ഷെ മൗല എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് എന്നുള്ള അർത്ഥമാണ്. രണ്ടും ഒരേ റൂട്ട് ലെറ്റേഴ്സ് ആണ്, ചെറിയ വാക്ക് വ്യത്യാസമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ കാഫിറുകൾക്ക് വലിയുണ്ട് എന്ന് പറയും, പക്ഷെ അവരെ എന്താണ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൗലയും അവർക്കില്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അള്ളാഹുവിന്റെ ആ ഒരു സഹായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മൗല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയാണ് അള്ളാഹു എന്നുള്ള രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് മൂസ അലൈഹി ഇസ്ലാമിനോട് എന്താണ് പറയുന്നുണ്ട്, എന്താണ് എൻ്റെ ആയാത്തും കൊണ്ട് നീ ഫിറഔന്റെ അടുത്തേക്ക് പോകും എന്ന് പറയുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ ഈ ഒരു ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് വിശ്വാസികളുടെ ഒരു കംപ്ലൈന്റിനുള്ളൊരു ആൻസർ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് എന്താണ് അനുഭവിച്ചതുപോലെ നിങ്ങൾക്ക് വരാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന്. വസ്തകുമുൽ ബഅ്സാഉ വദ്ദറാഉ വസുൽസിലു, അതായത് നിങ്ങളെ ബാധിക്കും പ്രയാസങ്ങളൊക്കെ ബാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണ് നിങ്ങൾ ഇളകപ്പെടും. അവസാനം ഹത്താ യഖൂലു റസൂൽ, ഇവൻ അവരുടെ കൂട്ടത്തിലുള്ള പ്രവാചകനും വല്ലദീന ആമനു, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും മഅഹും പറയും, മത്താ നസ്റുല്ലാഹ്, എവിടെയാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ തന്നെ പറയുന്നുണ്ട്, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, നിശ്ചയമായും അള്ളാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട് എന്നുള്ളത്. ആ ഒരു ആയത്തിന്റെ ഒരു ഗ്യാരണ്ടീഡ് ആൻസർ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് നസ്റിലൂടെ പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നസ്ർ എന്നുള്ള വാക്കാണ്. നമുക്കറിയാം അറബിക് ഗ്രാമറിൽ നസ്ർ എന്ന് പറയുന്നത് നൗണാണ്. നസറ എന്ന് പറഞ്ഞാൽ സഹായിക്കുക, അത് പറഞ്ഞാൽ ഒരു ആക്ഷനാണ്, ക്രിയയാണ്. അറബിയിൽ നൗൺ എന്നുള്ള വാക്കിന് കൂടുതൽ ശക്തിയുണ്ട്. വെർബ് എന്നുള്ള ആക്ഷൻസ് ആവുമ്പം അത് ഒരു സമയത്തേക്ക് നിശ്ചിതമായത് കൊണ്ട് തന്നെ അത് കുറച്ച് വീക്കാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നസ്റുള്ള സ്ട്രോങ്ങർ ഹെൽപ്പ് നൗൺ ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ പറയുമ്പോൾ നസ്റകുമുല്ലാഹു ബി ബദർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേർബായിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ളത്. ബദറൊന്നും യഥാർത്ഥത്തിൽ അത്ര ശക്തമായിട്ടുള്ള വിജയം അല്ല. ഈ ഒരു അള്ളാഹുവിന്റെ ഫത്ഹ് മക്കയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിജയത്തിന് മുമ്പിൽ ആ ഒരു വിജയം അല്ല കൂടുതൽ സ്ട്രോങ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇൻ യൻസുറകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, ഇൻ യൻസുറകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അല്ലേ?
അതായത് അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്താണ് കീഴ്പ്പെടുത്താൻ, അല്ലെങ്കിൽ നിങ്ങളെ എന്താണ് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആരും ഉണ്ടാകൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അള്ളാഹുവിൻ്റെ നസ്ർ ലഭിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ലഭിക്കും? അള്ളാഹുവിൻ്റെ ഫത്ഹ് കിട്ടും അല്ലെ? അള്ളാഹു സഹായിച്ചാൽ പിന്നെ ആരും പരാജയപ്പെടുത്താനുണ്ടാകില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലേ ആയത്തുകൾ കണക്ട് ചെയ്ത് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഈ ഒരു സൂറത്തിലൂടെ അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ വിജയവുമാണ് വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരണം അല്ല ആ ഒരു സഹായം ലഭിച്ചിട്ടുള്ളത്, ആ ഒരു വിജയം കൈവരിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ സഹായം വന്നത് കൊണ്ട് മാത്രമാണെന്ത് ഇവിടെ ഈ ഒരു വിജയം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ക്രെഡിറ്റ് മുഴുവനായിട്ടും അള്ളാഹുവിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരുപാട് എന്താണ് പറയുക കണക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ഖുർആനിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സ്വാഫിലെ 13-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് നസ്റും മിനല്ലാഹി വ ഫത്ഹുൻ ഖരീബ് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹ് എന്താണ് സഹായം. അതായത് നിങ്ങൾ റെഫർ ചെയ്താൽ മതി സൂറത്ത് സ്വാഫ് 61-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 13 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നയും അതുപോലെ തന്നെ മഗ്ഫിറത്തും നൽകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ് വഖ്റാ തുഹിബ്ബൂനഹാ നസ്റും മിനല്ലാഹി വ ഫത്ഹുൻ ഖരീബ്. എന്നാൽ എക്സ്ട്രാ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ എന്താ തരുന്നത്? നസ്റും മിനല്ലാഹ്, അള്ളാഹു നിന്നുള്ള സഹായവും ഫത്ഹും നസ്റും ഫത്ഹും മുബീൻ, അള്ളാഹു നിന്നുള്ള വ്യക്തമായിട്ടുള്ള വിജയം അല്ലാഹു സുബ്ഹാനഹു നൽകുന്നുണ്ട് എന്ന് പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഇവിടെ പ്രൈമറി ആയിട്ട് ഒന്നാമതായിട്ട് അള്ളാഹു പറഞ്ഞ എന്താണ്? സ്വർഗവും അള്ളാഹുവിൻ്റെ മഗ്ഫിറയും. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ജന്ന, അതാണ് യഥാർത്ഥത്തിൽ എന്താണ് മുഅ്മിനുകളുടെ ഒന്നാമത്തെ പ്രയോറിറ്റി അല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം നമ്മളടുത്ത് പറയാണ് പ്രൈമറി ആയിട്ടുള്ള നിങ്ങൾക്ക് ജന്നത്തും മഗ്ഫിറത്തും ഞാൻ നൽകും, എക്സ്ട്രാ സെക്കൻഡറി ആയിട്ട് നസ്റും മിനല്ലാഹ്, അള്ളാഹു നിന്നുള്ള നസ്റും ഫത്ഹും ഞാൻ നൽകുമെന്ന് പറയാണ്. പക്ഷെ അള്ളാഹു ആ സൂറത്തിൽ നസ്റും മിനല്ലാഹ് എന്നാ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ നസ്റുല്ലാഹ്, അതായത് കംപ്ലീറ്റ് സഹായം, അതായത് ഏറ്റവും ഹയസ്റ്റ് സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയിലൂടെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് എല്ലാവരും പേഷ്യൻ്റോട് കൂടി കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഫത്ഹ്. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം. അതുപോലെ തന്നെ അഫർ എന്നുള്ള വാക്കും വിജയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുണ്ട്. ഫത്ഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫത്ഹ എന്ന് പറഞ്ഞാൽ തുറക്കുക എന്നുണ്ട് അല്ലേ? വിക്ടറി എന്ന് പറഞ്ഞാലും ഫത്ഹ എന്ന് പറഞ്ഞാൽ വിജയം എന്നും അതുപോലെ തന്നെ തുറവി എന്നും ഉപയോഗിക്കുന്നുണ്ട്. യാ ഫത്താഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ വാക്കിലൂടെ നമുക്ക് അള്ളാഹിനെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ഒരിക്കലും തുറക്കാത്ത, അടക്കപ്പെട്ടിട്ടുള്ള വാതിലുകൾ ഒരിക്കലും തുറക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള വാതിൽ നമുക്ക് തുറന്നു തരുന്നവൻ ആണ് എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട് യാ ഫത്താഹ് എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ ഫത്ഹ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള, അതായത് നമുക്ക് എന്താണ് ആരാണ് വിജയിച്ചവർ, ആരാണ് പരാജയപ്പെട്ടതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള വിജയത്തിനാണ് ഫത്ഹ് എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞ സൂറത്തുൽ ഫത്ഹിന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള വിജയം നൽകിയിട്ടുണ്ട് എന്ന് ഹുദൈബിയ സന്ധിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പക്ഷെ നമുക്കറിയാലേ ഹുദൈബിയ സന്ധിയെ കുറിച്ചിട്ട് അവിടെ ഇവൻ വിശ്വാസികളുടെ മനസ്സ് വരെ ഒന്ന് ഇളകിപ്പോയിട്ടൊരവസ്ഥയായിരുന്നു. അപ്പോൾ കാരണം അവർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എന്താണ് അവർ മടക്കുകയാണ്. നിങ്ങൾ ഈ വർഷം നിങ്ങൾ ഹജ്ജ് ചെയ്യേണ്ട, നിങ്ങൾ തലമുണ്ടനം ചെയ്തിട്ട് നിങ്ങളുടെ എന്താണ് പറയുക സാക്രിഫൈസ്, നിങ്ങളുടെ എന്താണ് ബലി നിങ്ങൾ നൽകിക്കോളൂ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെങ്കിലും ആരും നബിയെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന. എല്ലാവരും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമയമാണ് ആ ഒരു സമയം. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, വ്യക്തമായിട്ടുള്ള എന്താണ് വിജയം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു എന്താണ് ഹുദൈബിയ സന്ധി കാരണം 10 വർഷം കൊണ്ട് ഇസ്ലാമിൽ വളരെ വലിയ എന്താണ് പറയുക ഡ്രാസ്റ്റിക് എന്താണ് അൺഇമാജിനബിൾ എന്താണ് ചേഞ്ചാണ് വരുന്നുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാണ്. യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ
ആ ഒരു സന്ധി എന്ന് പറഞ്ഞാലും മുസ്ലിങ്ങൾക്ക് എതിരായിട്ടാണെങ്കിൽ പോലും അള്ളാഹുവിന് അറിയാമായിരുന്നു അത് നമുക്ക് അനുകൂലമാണ് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്ന നമ്മളുടെ ലൈഫിലുള്ള ഒരുപാട് ട്രാജഡീസ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് എതിരാണെന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ സഹായം തന്നെയാണ്. അള്ളാഹു നമ്മളെ അങ്ങനത്തെ ഒരു പരീക്ഷണ ഘട്ടത്തിൽ കൊണ്ടിടുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് പിന്നീട് അതിലൂടെ വിജയം നൽകുന്നു. നമുക്ക് തന്നെ കാണാൻ പറ്റും. നമ്മൾ പലരും അത് അനുഭവിച്ചവരുമാണ്. ചിലപ്പോൾ അത് അനുഭവിക്കാൻ പോകുന്നവരൊക്കെ ആയിരിക്കും അല്ലേ. ഇൻഷാ അല്ലാഹ് സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും നമ്മളെ ലൈഫിൽ നമ്മൾ പോകുന്ന പരീക്ഷണ ഘട്ടങ്ങളിലൂടെ വിജയം ലഭിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ നമ്മളിവിടെ ഫത്ഹിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം മക്കയിലെ ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അബ്നോർമൽ ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷെ ആ കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പം ആ ഒരു എന്താണ് അബ്നോർമാലിറ്റി മെല്ലെ നോർമലായിട്ട് ഇങ്ങനെ വരാണ്. കാരണം ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഖുറൈശികൾക്ക് ഭയം നിന്ന് തുടങ്ങി. കാരണം ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഇത് ഇവർക്ക് തന്നെ ഒരു ഭീഷണിയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതായി. അങ്ങനെ അവരെന്താണ് നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് സന്ധി ചേരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ മദീനയിൽ നിന്ന് വരുമ്പോൾ ഒന്നുമില്ല കയ്യിൽ, ഒരു എന്താ പറയുക യുദ്ധത്തിന് വേണ്ടി ഒരു തയ്യാറെടുപ്പോടും കൂടെയല്ല അല്ല, അവർ അള്ളാഹുവിൻ്റെ കഅബയിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് മുശ്രിക്കുകൾ എന്താണ് ഇവരുടെ അടുത്ത് സുൽഹാക്കാൻ അല്ലെങ്കിൽ നല്ലപോലെ ആകാൻ വേണ്ടിയിട്ട് എന്താണ് ഹുദൈബിയ എന്താണ് വെച്ചിട്ട് ഒരു സന്ധി ഉണ്ടാക്കുകയാണ്. 10 വർഷത്തിലൊരു സന്ധി ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു സന്ധി ഉണ്ടാക്കുന്നത് തന്നെ എന്താണ് ഒരു തെളിവാണെന്ത്, ഇവർ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ടീം. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് നമ്മൾ കരാറ് വെക്കുക. വീക്കായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കരാറ് വെക്കേണ്ട യാതൊരു കാര്യമില്ല അല്ലേ. അപ്പോൾ എന്താണ് അത് ആ ഒരു ന്യൂസ് ആകെ അവിടെ എന്താണ് പ്രചരിക്കാൻ തുടങ്ങി. കാരണം അവർ ഖുറൈശികൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച് തുടങ്ങി എന്നുള്ളൊരു ന്യൂസ് അവിടെ വന്നു തുടങ്ങി. അത് തന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഓപ്പൺ വിക്ടറിയിലേക്കുള്ളൊരു സ്റ്റെപ്പാണല്ലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ ഒരു ഫത്ഹാണ്, അതായത് എന്താണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫത്ഹൻ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക സൂറത്തുൽ ഫത്ഹ് ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫത്ഹൻ എന്ന് പറഞ്ഞത് അവിടെയെന്ന് പറഞ്ഞാൽ ആ ഒരു വിജയം എന്തിലേക്കാണ് എത്തിക്കുന്നത്? അൽ ഫത്ഹ്, നമ്മൾ സൂറത്ത് നസ്റിലൂടെ പറയുന്ന അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്തായ വിജയത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇപ്പോൾ കാണുന്ന ഇതല്ല യഥാർത്ഥത്തിലുള്ള എന്താണ് അവസ്ഥ. കുറച്ച് കഴിഞ്ഞാലാണ് സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. നമുക്ക് ഗസയൊക്കെ അതിൻ്റെ വലിയ തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് അള്ളാഹു അവരിലേക്കും ഇതുപോലൊരു ഫത്ഹ് കൊണ്ടുവരും. അള്ളാഹുവിൻ്റെ നസ്റുള്ള അള്ളാഹു അയക്കും. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി ഈ ഒരു നസ്ർ വരുന്നതോടുകൂടിയാണ് അള്ളാഹുവിൻ്റെ സഹായം വന്നാലാണ് എന്ത് നമുക്ക് വിജയം ലഭിക്കുക അല്ലെ. അള്ളാഹുവിൻ്റെ സഹായം യുദ്ധത്തിലും അതുപോലെ തന്നെ അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ള ആ ഒരു സക്കീനൊക്കെ ഉണ്ട്, മനസ്സിന് സമാധാനമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ. അതൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ സഹായങ്ങളിൽ പെടുന്നതാണ്. അതിൻ്റെ ഒരു കോൺസിക്വൻസ്, അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് എന്ത് ഫത്ഹായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്നുള്ള ഉപയോഗം അള്ളാഹു നസ്ർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫത്ഹാണ് എന്നൊരു അഭിപ്രായമുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ചരിത്രത്തിൽ തന്നെ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വിക്ടറി ആയിരുന്നു. സാധാരണ ഒരു എന്താണ് പറയുക വിജയം എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ കൊന്നൊടുക്കിയും അല്ലേ, ഒരുപാട് ആളുകളെ എന്താണ് തടവിലാക്കി അങ്ങനെയാണ് എന്താണ് ആളുകൾ എന്താ പറയുക ഒരു രാജ്യം കീഴടക്കുക. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബ്ലഡ് ഷെഡും ചെയ്യാണ്ട് ഒരു മിലിറ്ററി അറ്റാക്കും ചെയ്യാണ്ട് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങൾക്ക് യാതൊരു കുറ്റമില്ല എന്ന ദിവസം എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിക്ടറി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഫത്ഹായിരുന്നു അവിടെ ചരിത്രത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. യൂണീക്കായിട്ടുള്ള ഒരിക്കലും നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വിജയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നത്. എന്നിട്ടോ ആ ഒരു വിജയത്തിൻ്റെ എന്താണ് ആഹ്ലാദം അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം സാധാരണ എന്തെങ്കിലും ഒരു വിജയം വന്നാൽ ആളുകൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുക? അവർ ആഘോഷിച്ചും പാട്ട് പാടിയും ഡാൻസ് കളിച്ചിട്ടൊക്കെയാണ്. പക്ഷെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവർക്ക് എന്താണ്
വൃത്തിയാക്കിക്കൊണ്ട് അള്ളാഹിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് എന്ത് ഈ ഒരു വിജയം അവർ ആസ്വദിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് നമസ്കരിക്കുകയുണ്ടായി എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇവിടെ ഓർമ്മപ്പെടുത്താണ് ഈ ഒരു അള്ളാഹുവിന്റെ വിജയം നമ്മൾ വെറും ഈ ഒരു ഫത്ഹ് മക്കയിലേക്ക് മാത്രം എന്താണ് അതിനെ പരിമിതപ്പെടുത്തേണ്ട, വെറും അറബ് രാജ്യമായിട്ടുള്ള സൗദിയിലേക്ക് മാത്രം അതിനെ പരിമിതപ്പെടുത്തേണ്ട. ഇതേപോലെ ഇനിയും വിജയം വന്നുകൊണ്ടേയിരിക്കും, അള്ളാഹുവിന്റെ സഹായം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു എന്താണ് ഓർമ്മപ്പെടുത്തൽ കൂടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അവിടെ അള്ളാഹുവിന്റെ പൂർണ്ണമായ വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു. അതുപോലെ ഇൻഷാ അള്ളാഹ് മുസ്ലിങ്ങൾക്കും ഇതുപോലെ വിജയം ലഭിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താണ് അല്ലെ. ഏറ്റവും വലിയ വിജയം നമുക്ക് എന്താണ്? അള്ളാഹുവിന്റെ ജന്ന തന്നെയാണ്. ഇൻഷാ അള്ളാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അള്ളാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ എത്തിച്ചു കൂട്ടട്ടെ. ആമീൻ. നമ്മൾ അടുത്ത ആയത്തിലേക്ക് പോവാണ്. വറഅയ്ത الناس يدخلون في دين الله أفواجا. വറഅയ്ത നീ കാണുകയും ചെയ്താൽ അന്നാസ ജനങ്ങളെ, യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നു, ഫീ ദീനില്ലാഹി അള്ളാഹുവിന്റെ മതത്തിൽ, അഫ്വാജ കൂട്ടം കൂട്ടമായി. അപ്പൊ ഇവിടെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ ഇനി മനസ്സിലാക്കാണ്ട്. റഅയ്ത റഅയ്ത എന്ന് പറഞ്ഞാല് കാണാന്ന് പറഞ്ഞു. റഅയ്ത നീ കാണുക എന്നുള്ള അർത്ഥം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ കൗസറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൗസർ. ആ കൗസറിന്റെ ഒരു പ്രോമിസ് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേൾഡിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യമത്തിനുള്ള ഒരു ഫുൾഫിൽമെന്റ് ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു എന്താ പറയുക, കൺകുളിർക്കുന്ന ഒരു കാഴ്ച കാണും എന്ന് കാണിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല. നീ കാണും അല്ലെങ്കിൽ നീ കാണുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റ് ആണെന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സൂറത്തിൽ പറയുന്നുണ്ടല്ലേ, വല സൗഫ യുഅ്തീക റബ്ബുക ഫതർദ. നീ തൃപ്തിപ്പെടുന്നത് വരെ റബ്ബ് നിനക്ക് നൽകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു, നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സന്തോഷം അല്ലെ എത്ര ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കംപ്ലീറ്റ്ലി തൃപ്തിപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ നടക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആളുകളൊക്കെ കൂട്ടായിട്ട് അള്ളാഹുവിന്റെ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഷ്ടപ്പെട്ട് ദീന് പറഞ്ഞുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആളുകൾ കൂട്ടായിട്ട് വരികയാണ് എന്ന് കാണുമ്പോൾ, അത് ചിന്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിൽ വരുന്ന ആ ഒരു സന്തോഷം അല്ലെ, എത്ര ശുക്ർ, എത്ര ഹംദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വറഅയ്ത അന്നാസ ജനങ്ങൾ അല്ലെ. ഇവിടെ പറയുന്നത് അഹ്ലുൽ യമൻ, യമനിൽ നിന്നും വരുന്ന ആളുകളാണ്. അവർ 700 ആളുകൾ ഒരുമിച്ച് വന്നിട്ട് അള്ളാഹുവിന്റെ ദീൻ പറയുന്നുണ്ട് എന്നൊരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ 40, 80, 100 ആളുകൾ കൂട്ടമായിട്ട് പല നാടുകളിൽ നിന്നും വന്നിട്ട് ഷഹാദത്ത് എടുക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിലും കൺകുളിർക്കുന്ന കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെ എന്താണ് അല്ലെ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായിട്ട് അഫ്വാജ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫീ ദീനില്ലാഹി അഫ്വാജ. ഫൗജ് എന്ന് പറഞ്ഞാൽ കൂട്ടാണ്, പക്ഷെ അഫ്വാജ് എന്ന് പറഞ്ഞാൽ ഫൗജൻ ബഅദ ഫൗജ്, അതായത് കൂട്ടം, അതിന് മുകളിൽ വേറെ കൂട്ടം, ഒന്ന് കഴിഞ്ഞ ഒരു കൂട്ടം, പിന്നെ അടുത്ത കൂട്ടം, പിന്നെ അടുത്ത കൂട്ടം. സുബ്ഹാനല്ലാഹ്, എത്ര പ്രിസൈസ് ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിർപ്പിക്കുന്ന ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ്. എന്താ കാണിക്കുന്നത്? യദ്ഖുലൂന ഫീ അന്നാസ് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ശരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നാസ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഒരു ഇഷ്ടം കാണിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ സൂറത്തുൽ കാഫിറൂൻ ആണ് അല്ലെ. കാഫിറൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ കാഫിറൂൻ എന്ന ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നാസ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ എന്താണ് മുശ്രിക്കായിട്ടുള്ള ആളുകളൊക്കെയാണ് എന്ത് ദീനിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം വിശ്വാസിയായ ഒരിക്കലും പിന്നെയും ദീനിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ല. അതായത് ഇസ്ലാം വിശ്വസിക്കാത്ത മക്കയിലുള്ള ആളുകളാണെന്ത്, അതുപോലെ തന്നെ പല നാടുകളിലുള്ള ആളുകളാണെന്ത് ഈ ദീനിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു വറഅയ്തൽ കാഫിർ അല്ലെങ്കിൽ വറഅയ്തൽ കാഫിറൂന എന്നൊന്നും പറഞ്ഞില്ല. കാരണം കാഫിർ എന്നുള്ള വാക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വാക്കാണ്. അതായത് ഇസ്ലാമിനെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കാഫിർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അതായത് എന്താ പറയാ, എങ്ങനെങ്കിലും ഈ ഒരു മതത്തിനെ ഇല്ലാതാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. എന്താ പറയാ, അഡമണ്ടായിട്ട് റെഫ്യൂസ് ചെയ്യുന്ന, എന്താണ് മുസ്ലിങ്ങളെ എന്താണ് പ്രയാസപ്പെടുത്തണം, വിഷമിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് ഈ കാഫിർ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു എന്താണ് മുസ്ലിമായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ കാഫിർ എന്ന് നമ്മൾ പറയുന്നത് അത് ഭയങ്കര ഗുരുതരമായിട്ടുള്ള വാക്കാണ്. നമ്മൾ തന്നെ അറിയാം, പല മുസ്ലിം എന്താണ് പറയാ
ഗ്രൂപ്പ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മഹാദല്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം അതെന്ന് പറഞ്ഞാല് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്കാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു സോഫ്റ്റ് ആയിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അന്നാസ, ജനങ്ങൾ, അല്ലേ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എന്താണ്, നമ്മളൊരിക്കലും കാഫിർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ അത് സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പിന് മാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല അഭിസംബോധന ചെയ്യുന്നത്. ഇനി എന്താണ് പറയാ, ഇവിടെ എന്താണ്, സത്യം പറഞ്ഞാൽ നമ്മളിപ്പം കാഫിർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ 6-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അവരെ താക്കീത് ചെയ്താലും ഇല്ലെങ്കിലും കാര്യമില്ല, അവർ വിശ്വസിക്കില്ല, കാഫിറുകൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ ദഅവ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അല്ലെ? അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കാഫിർ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആളുകളാണ്. അവരൊരിക്കലും എന്തായാലും വിശ്വസിക്കാനേ പോകുന്നില്ലാത്ത ആളുകളാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു വാക്ക് ഉപയോഗിക്കാതെ അവിടെ അന്നാസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നാസ് എന്നുള്ള വാക്ക് നമുക്കറിയാം ഇൻസാൻ എന്നുള്ള വാക്കിന്റെ പ്ലൂറലാണ്. അപ്പൊ ഇൻസാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് പറയാ, ചിന്തിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകളാണ്, അല്ലെ? അപ്പോൾ ഈ എന്താണ്, നമുക്കറിയാം അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്താണ്, ഈ ആനിമൽസ്, അല്ലെ? ഹയവാൻ, അവർക്ക് എന്താണ്, അവർ ബുദ്ധി ഉപയോഗിക്കില്ല, അവർക്ക് തോന്നിയ പോലെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് കമന്റ് പറഞ്ഞതെന്ന് വെച്ചാലും, നിങ്ങളൊരു ഇൻസാൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസാനുകളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുന്നത് കാണാം. എന്നിട്ടും ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു വിജയം വന്നിട്ടും നീ എന്താണ് പറയാ, ആരെങ്കിലും ഈ ഒരു ദീനിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇൻസാൻ എന്ന് വിളിക്കാൻ കൂടെ ഉള്ള അർഹതയില്ല എന്നുള്ള രീതിയിൽ മുഫസ്സിറുകൾ അഭിപ്രായം പറയുന്നുണ്ട്. അത്രയും സയൻസ് കൺമുമ്പിൽ കാണിച്ചിട്ടും എന്താണ് ദീനിലേക്ക് പ്രവേശിക്കാത്ത ആളുകള് നാസല്ല, അവര് മനുഷ്യരല്ല എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ആയത്തിൽ തന്നെ വറഅയ്തൻ നാസ യുഅ്മിനൂന എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഫസയുഅ്മിനു എന്നൊന്നും പറയുന്നില്ല. അവര് എന്താണ് ഇസ്ലാമിലേക്ക് വന്നോ എന്നൊന്നല്ല പറഞ്ഞത്, യദ്ഖുലൂന പ്രവേശിക്കുക എന്നുള്ള മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, തുടക്കത്തിൽ, അതായത് ഇസ്ലാമിന്റെ തുടക്ക സമയത്ത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ തുടക്കത്തിൽ ആളുകൾ ദീന് മനസ്സിലാക്കിയും അതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെയൊക്കെ എന്താണ് ഹൃദയത്തിനുള്ളിൽ ഒരു ചേഞ്ചൊക്കെ വരുത്തിയിട്ടാണ് ആളുകൾ ദീനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ദീനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ആളുകൾ അങ്ങനെ വലുതായിട്ട് ചിന്തിക്കുക ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും ദീനിലേക്ക് പ്രവേശിച്ചത് കാരണം ഞാനും പ്രവേശിക്കുകയാണ് എന്നുള്ള രീതിയിൽ ചില ആളുകൾ ഈ ദീനിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതാണ് യദ്ഖുലൂന എന്നുള്ള വാക്ക്. ഇവിടെ യഥാർത്ഥത്തിൽ ഔട്ട്വേർഡ് വിക്ടറിയാണ്. കാരണം നമുക്കറിയാം ഇതിൽ തന്നെ ഒരുപാട് മുനാഫിക്കുകൾ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ആളുകൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂട്ടായിട്ട് പ്രവേശിക്കുന്നത് സത്യം പറഞ്ഞാൽ ഔട്ട്വേർഡ് വിക്ടറിയാണ്. കാരണം പല ആളുകളും ചിന്തിക്കാതെ അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് കാരണം ഒക്കെ പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ ദീനിൽ നിന്നിട്ടില്ലെങ്കിൽ എൻ്റെ നിലനിൽപ്പിനത് ബാധിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടും ആളുകൾ പ്രവേശിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേഴ്സണൽ റിഫ്ലക്ഷനോ ഒന്നും നടക്കാത്ത രീതിയിലുള്ളൊരു ഒരു പ്രവേശനമാണ്. എന്നാൽ അടുത്ത ആയത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് ഉള്ളിൽ, അതായത് യഥാർത്ഥ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു വിക്ടറി ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത ആയത്തിലൂടെ പറയുന്നുണ്ട്. അതുപോലെ ഒരു സഹാബിക്ക് അറിയണ്ടായി, എന്താന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി, ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ദീനിൽ പ്രവേശിച്ചതുപോലെ കൂട്ടം കൂട്ടമായിട്ട് ദീനിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ഇതുപോലെ അവരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് പ്രവേശിച്ച പോലെയും ഉള്ളൊരു രീതിയിലാണ് അവിടെ പറയുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല യദ്ഖുലൂന എന്നുള്ള വാക്ക് വളരെ പ്രിസൈസ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മക്ക മുശ്രിക്കുകൾ അവർക്ക് കുറച്ചും കൂടെ സൂറ മുമ്പിലേക്ക് പോകുമ്പോൾ സൂറത്തുൽ ഫീൽ വരുന്നുണ്ട്, അല്ലേ? സൂറത്തുൽ ഫീലിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അബ്രഹത്തിനെ നശിപ്പിക്കാൻ കാരണം എന്താണ്? അള്ളാഹുവിന്റെ കഅബയെ നശിപ്പിക്കാൻ വന്നത് കാരണം, അല്ലെ? അപ്പോൾ അള്ളാഹുവിന്റെ കഅബ കീഴടക്കാൻ വന്നിട്ടുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ആളാണ് എന്ന് മുശ്രിക്കുകൾക്ക് മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷനാണ് അത്. അവിടെ അവര് മനസ്സിലാക്കിയ അവർ കഅബനെ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നതാണ്. കഅബക്ക് ഒന്നും വരുന്നത് അവർക്ക് ആർക്കും ഇഷ്ടമില്ല. അപ്പൊ ഈ കഅബയുടെ ആളായത് കൊണ്ട്
എന്താണ് ദീനിലേക്ക് പോകാം എന്നും ചിന്തിച്ച ആളുകളൊക്കെ ആ കൂട്ടത്തിലുണ്ട് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അപ്പം ഇതൊക്കെ യഥാർത്ഥത്തിൽ പുറത്തേക്ക് കാണുന്നതാണ് അല്ലേ. ഇപ്പൊ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, നമ്മൾ പുറത്തേ കാണാം, അയാളുടെ ഹൃദയം നമുക്കാർക്കും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇസ്ലാം പാർട്ടാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 പില്ലർ ഷഹാദ്, കഴിയുമ്പോൾ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ അല്ലേ. അപ്പോൾ ഇവർ പുറത്തേക്ക് കാണിക്കുന്ന ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 1ഉം 2ഉം ആയത്തിലൂടെ പറയുന്നത്. എന്നാൽ എന്താണ് ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു മുഅ്മിൻ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു എന്താണ് ദീന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ബേണിങ് സെൻസേഷൻ, നമുക്ക് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലൊരു പ്രയാസം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താണ് പറയുക, ബേൺ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഭയങ്കര മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ആ ദീനുള്ളിൽ പ്രവേശിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കറിയാമല്ലേ, ഒരുപാട് ആളുകൾ മുസ്ലിംസ് ആകും, പക്ഷെ അവരുടെ മക്കളുടെ മക്കളോ ഒക്കെ പിന്നീട് എന്താണ് ഇസ്ലാമിൽ നിന്ന് വ്യതിചരിച്ച് പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊരിക്കലും നമ്മൾക്ക് കിട്ടിയ ഇസ്ലാം അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കിട്ടിയുള്ള ഇസ്ലാമെന്നൊന്നും നമ്മൾ ഗ്രാൻഡായിട്ട് എടുക്കരുത്. കാരണം അതൊക്കെ അള്ളാഹു വിചാരിച്ച എപ്പോൾ വേണമെങ്കിലും അത് പോകാം. അപ്പം നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥനയാണ് എന്ത്, അള്ളാഹു മരണം വരെ മുസ്ലിം ആയിക്കൊണ്ട് എന്താണ് ജയിപ്പിക്കണമേ അല്ലേ. അള്ളാഹു തബ്ബിത്നാ ഇൻദൽ മൗതി ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ പെട്ട പ്രാർത്ഥനയാണ് അത്. നമുക്കറിയില്ല എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്, നമ്മുടെ ഹൃദയം മാറ്റിമറിക്കുന്നവനാണ്. നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും അതിന് ഹിബാത്ത് ചോദിക്കണം. എപ്പോഴും നമ്മൾ ആ ഒരു അടിയുറച്ച് നിൽക്കാനുള്ള ആ ഒരു തൗഫീഖ് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുക നമ്മൾ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ അല്ലേ. കാരണം നമ്മളുടെ എന്താണ് മക്കളെയും അതുപോലെ തന്നെ ഇണകളെയും ഒക്കെ എന്താണ് നമ്മൾ കൺകുളിർമയാക്കണേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അതായത് അള്ളാഹുവിനെ എന്താണ് ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇമാമാക്കി കൊടുക്കണേന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ദുർരിയത്ത്, നമ്മളുടെ വരും തലമുറകളെയൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമേ എന്നാണ് ആ ഒരു പ്രാർത്ഥനയോട് നമ്മൾ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വരുമ്പോൾ നമ്മൾ കൺവിക്ഷനോട് കൂടി, അതായത് യഥാർത്ഥ ഇഷ്ടത്തോടു കൂടി തന്നെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രവേശിക്കണം എന്നാണ് ഈ ഒരു ആയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ മൂന്നാമത്തെ, അതായത് ഇൻവേർഡ് ആയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്പെഷ്യലി അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് പറയുന്ന ഒരു ആയത്തിലേക്ക് പോവാണ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹ് ഇന്നഹു കാന തവ്വാബ. ഫസബ്ബിഹ് നീ പ്രകീർത്തിക്കുക, ബിഹംദ് സ്തുതിക്കുന്നതോടൊപ്പം, നിന്റെ റബ്ബിനെ, വസ്തഗ്ഫിർഹു നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നഹു കാന തവ്വാബ തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. നമുക്കറിയുന്ന വാക്കുകളൊക്കെ തന്നെയാണ് നമ്മളെപ്പോഴും കേൾക്കുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് അല്ലേ, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി ഒക്കെ പറഞ്ഞ വാക്കുകളാണ് ഇതിലുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കുകൾ തന്നെയാണ്. എന്നാൽ നമുക്ക് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓർഡർ നോക്കാം. ഫസ്റ്റ് സബ്ബിഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് പറയാം, പിന്നെ ഹംദ് അൽഹംദുലില്ലാഹ് പറയാം, പിന്നെ എന്താണ് അസ്തഗ്ഫിറുല്ലാഹ് പറയാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നിനക്ക് എന്താണ്, കാരണം ഇസ്തിഗ്ഫാർ നമുക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതാണ് അല്ലേ, നമുക്ക് പാപമോചനം ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അള്ളാഹുവിനെ എന്താണ് പ്രകീർത്തിക്കണം, അള്ളാഹുവിനെ എന്താണ് തസ്ബീഹ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ ഹംദ് കാണിക്കണം. എന്നാലാണ് നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള എന്താണ് ഇസ്തിഗ്ഫാർ ലഭിക്കുകയുള്ളൂ എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രണ്ടും കൂടെ കൂടിയതാണ്. നമ്മൾ അള്ളാഹുവിനെ എന്താണ് പ്രകീർത്തിക്കുന്നതോടൊപ്പം നമ്മളുടെ തെറ്റുകൾ നമ്മൾ എന്താണ് അള്ളാഹുവിന് മുമ്പിൽ അടിയറവ് വെക്കണം അല്ലേ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇബാദത്ത് പൂർത്തീകരണം നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ സബഹ എന്നുള്ള വാക്കിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാം. സബഹ എന്ന് പറഞ്ഞാൽ സ്വിം ചെയ്യുക, നീന്തുന്നതിന് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലതിനും ഈ ഒരു സബഹ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്കറിയാം, വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതിനാണ് നമ്മൾ നീന്തുന്നത് പറയാം അല്ലേ. നമ്മൾ താഴ്ന്നു പോവാതെ, എന്ത് വന്നാലും താഴ്ന്നു പോവാതെ ആ വെള്ളത്തിൽ നിൽക്കുന്ന ആ മെയിൻറ്റെയിൻ പെർഫെക്ഷൻ അല്ലെങ്കിൽ ആ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് സബഹ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. സബ്ബിഹ് നീ ഇവിടെ ഒരു അംബ്ര ഫോമാണ്, നീ പ്രകീർത്തിക്കുക എന്നുള്ളൊരു എന്താണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു കമാൻഡാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ
എന്താണ് പറയാ, അള്ളാഹുവിന്റെ പെർഫെക്ഷൻ ഡിക്ലെയർ ചെയ്യാം. എല്ലാത്തിലും അള്ളാഹുവിന്റെ ആട്രിബ്യൂട്ട്സിലും അള്ളാഹുവിന്റെ കൗലിലും അള്ളാഹുവിന്റെ എന്താണ് പറയാ ആക്ഷൻസിലും എല്ലാത്തിലും അള്ളാഹു കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ് എന്ന് നീ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ്. ഫസബ്ബിഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ആ സുബ്ഹാൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താണ് പെർഫെക്റ്റ് ആണ്. ഒരു ഇംപെർഫെക്ഷൻ ഇല്ല, ഒരു ഫ്ലോസും ഇല്ല, ഒരു മിസ്റ്റേക്കും ഇല്ല. ഓൾവേസ് എല്ലാത്തിലും അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളിലും എല്ലാത്തിലും അള്ളാഹു കംപ്ലീറ്റ്ലി അള്ളാഹുവിൻ്റെ എല്ലാ വിധികളിലും അള്ളാഹുവിൻ്റെ എല്ലാ നിയമങ്ങളിലും അള്ളാഹു കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ് എന്ന് കാണിക്കുന്നതാണ് ഫസബ്ബിഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ ഇവിടെ ഫസബ്ബിഹ് എന്നുള്ളതിന് ഉദ്ദേശം നീ നമസ്കരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് മറ്റു സൂറത്തുകളിലൂടെ ഒക്കെ പറയുന്നുണ്ട്, എന്താണ് നീ എന്താണ് എന്താ പറയാ രാവിലെയും വൈകുന്നേരവും അള്ളാഹിനെ പ്രകീർത്തിക്കുക എന്ന് പറയുമ്പം ആ രാവിലെയും വൈകുന്നേരമുള്ള നമസ്കാരത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം അള്ളാഹിനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് പ്രേസ് ചെയ്യാനുള്ള വേ, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് അള്ളാഹിൻ്റെ ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള വഴി എന്താണ്? നമസ്കാരം തന്നെയാണ് അല്ലേ. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ. അപ്പം നമ്മൾ എന്താണ് ഇവിടെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉദ്ദേശിക്കുന്നത് നീ നമസ്കരിക്കുക എന്നുള്ള അർത്ഥമാണ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടക്കത്തിൽ പറഞ്ഞു, കൂടുതലായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്നുള്ള ആ ദിക്ർ നിരന്തരം എപ്പോഴും, അതായത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പ്രവേശിക്കുമ്പോഴും എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ സൂറ എന്താണ് ഇറങ്ങിയതിന് ശേഷം ആണ് എന്നും പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ സമയത്ത്, അതായത് മക്ക വിജയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ അള്ളാഹുവിൻ്റെ ബൈത്തിലെ അത് മുഴുവനായിട്ടും ശുദ്ധീകരിച്ചു. ആ ശുദ്ധീകരിച്ച സമയത്ത് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള സമയത്തും അതാണ് ബെസ്റ്റ് ടൈം ടു ഡു തസ്ബീഹ് അല്ലേ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട് വല ദിക്റുല്ലാഹി അക്ബർ. അള്ളാഹു എന്താണ് അതിനു മുമ്പ് എന്താണ് അള്ളാഹുവിൻ്റെ വിജയമൊക്കെ പറഞ്ഞു, ഏറ്റവും മഹത്തായ വിജയത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹു ഓർമ്മപ്പെടുത്താണ് അതിലൊക്കെ വലുതെന്താണ്? അള്ളാഹുവിൻ്റെ ദിക്റാണ്. വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ ദിക്റാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ആളുകൾ പ്രവേശിക്കുന്ന കാരണം ഉടനെ തന്നെ നീ എന്താ ചെയ്യേണ്ടത്? സബ്ബിഹ്, അള്ളാഹുവിനെ ഓർക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ എന്താണ് തസ്ബീഹ് ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം അല്ലേ. അതുപോലെ തന്നെ ഹംദ് എന്നുള്ള വാക്ക് നമുക്കറിയാം, ഹംദിന് രണ്ടർത്ഥമുണ്ട്. അള്ളാഹുവിനെ നമ്മൾ എന്താണ് സ്തുതിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തുക, അള്ളാഹുവിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം അള്ളാഹു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ എന്താണ് ഒരുപാട് അപാരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഈ ഒരു പെർഫെക്ഷനിൽ നമ്മൾ എന്താണ് അള്ളാഹുവിനെ പ്രേസ് ചെയ്യാണ് അല്ലേ. ഇപ്പം രണ്ടും അടങ്ങിയിട്ടുള്ള മദഹും തനാം ശുക്റും ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു വാക്കാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. അപ്പം ഫ എന്നുള്ള വാക്ക് ഉടനെ തന്നെ എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കാരണം എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? സബ്ബിഹ് ബിഹംദ്. ബി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ബി എന്നുള്ള നമുക്കറിയാം, വിത്ത് എന്നുള്ള അർത്ഥം ബിസ്മില്ല, ഇൻ ദ നെയിം ഓഫ് അല്ലെ, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അതായത് ഇവിടെ 2-3-4 അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞാൽ എന്താണ്, നീ സുബ്ഹാനല്ലാഹ് പറയാ, അതോടൊപ്പം തന്നെ അൽഹംദുലില്ലാ എന്ന് പറയാം. മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ നീ ഹംദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ അള്ളാഹുവിനെ എന്താണ് പ്രകീർത്തിക്കുക എന്നാണ്, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ എന്താണ് അള്ളാഹുവിൻ്റെ പെർഫെക്ഷൻ ഡിക്ലെയർ ചെയ്യുക. കാരണം എല്ലാ ഹംദും എല്ലാ ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം അള്ളാഹുവിനാണ്, എല്ലാ ശുക്റും അള്ളാഹുവിനെ മാത്രം ഉൾക്കൊണ്ടതാണ് എന്നുള്ളത് കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ അള്ളാഹുവിനെ ഏറ്റവും നന്നായിട്ട് എന്താ പറയുക പ്രകീർത്തിക്കാനുള്ള വഴി ഏതാണ്? അള്ളാഹുവിനോട് ഹംദ് ചെയ്തിട്ടില്ലേ. കാരണം അള്ളാഹ്ക്ക് ഹംദ് ചെയ്യുന്ന ആളുകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ ഇജ്അൽനാ മിനൽ ഹമ്മാദൂൻ. കാരണം ഹമ്മാദൂന് ഒരു പ്രത്യേക എന്താണ് പറയുക ഒരു സ്റ്റാറ്റസ് തന്നെ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസബ്ബിഹ് ബിഹംദി. പിന്നെന്താ പറഞ്ഞാൽ റബ്ബിക. റബ്ബ്, നമുക്ക് റബ്ബ് എന്നുള്ള വാക്ക് നമ്മൾ ഒരുപാട് സൂറത്തുൽ നാസിലൂടെ മനസ്സിലാക്കിയതാണ്. റബ്ബിൽ നമ്മൾ അള്ളാഹുവിന് ഒരുപാട് നാമം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സയ്യിദാണ്, സുബ്ഹാനഹു വ തആല ഖാലിഖാണ്, അള്ളാഹു മലിക്കാണ്, മാലിക്കാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ, അതുപോലെ തന്നെ മുൻഇം ആണ്, അതുപോലെ മുറബ്ബി ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ
നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന റബ്ബാണ് എന്നുള്ള അർത്ഥം. അപ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്താണ്, ഇത് നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ നസ്റാണെന്ത്, ഇത് നിന്റെ റബ്ബ് നിനക്ക് നൽകിയിട്ടുള്ള നസ്റാണിത്. അതുകൊണ്ട് നീ എന്താണ് നിന്റെ റബ്ബിനെ പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക എന്ന്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്, ഇന്നഹു കാന തവ്വാബ, നിശ്ചയമായും അവനെന്താണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഇവിടെ തവ്വാബ് എന്ന് പറഞ്ഞാൽ തൗബ നമുക്കൊക്കെ അറിയാം അല്ലെ, പാപമോചനം എന്നുള്ള അർത്ഥം. തവ്വാബ് എന്ന് പറഞ്ഞാൽ തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് തവ്വാബ് എന്ന് പറഞ്ഞാൽ. അതായത് എപ്പോഴും വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളുടെ തൗബ സ്വീകരിക്കും. അതാണ് അതിനർത്ഥം. നമ്മളുടെ എന്താണ് ആ ഒരു പശ്ചാത്താപം അള്ളാഹു വീണ്ടും 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 സ്വീകരിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളൊരർത്ഥമാണ്. സുബ്ഹാനഹു വ തആല ഇവിടെ പാസ്റ്റ് ടെൻസിലാണ്. ഇന്നഹു കാന, എന്താണ് സ്വീകരിച്ചവനാകുന്നു. കാന എന്ന് പറഞ്ഞാൽ വാസ് എന്നുള്ള അർത്ഥമാണ്, ആയി എന്നുള്ള അർത്ഥമാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തെറ്റും ചെയ്യാത്ത എന്താണ് വ്യക്തിയാണ് അല്ലെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്താണ്, ഇതിനു മുമ്പ് എത്രയോ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് വരെ പശ്ചാത്താപം എന്താണ് അവരുടെ വരെ പശ്ചാത്താപം സ്വീകരിച്ചവനാണ് ഞാൻ. തീർച്ചയായിട്ടും നിനക്ക് നീ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിനക്ക് മുഴുവനായിട്ടും എന്താണ് നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊരർത്ഥം ഇവിടെ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു നമ്മൾ ഓർമ്മപ്പെടുന്ന എന്താണ്, നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം എങ്കിൽ നമ്മൾ അതിനു മുമ്പ് അള്ളാഹുവിനെ എപ്പോഴും പ്രകീർത്തിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും ജീവിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു പ്രൊഫൗണ്ട് ആയിട്ടുള്ളൊരു ലെസൺ ആണ് ഈ ഒരു ആയത്ത്. ഒരുപാട് പഠിക്കാൻ കിട്ടും. ഇത്തിരി ഒന്നല്ല, ഈ ഒരു ആയത്തിൽ നിന്ന് ഒരുപാട് ലെസൺസ്, സുഹൃത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ലെസൺസ് ലഭിക്കാനുണ്ട്. നമുക്കറിയാം ഏറ്റവും ആദ്യമായിട്ട് അല്ലെ അള്ളാഹുവിൻ്റെ നസ്ർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു വിജയം ഏറ്റവും ടോപ്പ് സമയത്താണ്. നബിക്ക് എപ്പോഴാണോ ആ ഒരു വിജയം ആവശ്യമായത് ആ ഒരു വിജയം കറക്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മളെ ലൈഫിലൊക്കെ നമ്മൾ എന്താണ് അള്ളാഹു എന്താണ് ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഇവിടെ ഒന്നും എത്താത്തത്, അല്ലെങ്കിൽ വിചാരിച്ച പോലെ എന്താ ഒന്നും ആകാത്തത് എന്നൊക്കെ മനുഷ്യന്മാർ ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടാകാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം സൂറത്തുൽ ബഖറയിൽ നമ്മൾ കണ്ടില്ല അല്ലെ, ഇന്ന നസ്റുല്ലാഹി ഖരീബ് മത്താ നസ്റുല്ലാഹ് എന്നൊക്കെ ജനങ്ങളും അതായത് വിശ്വസിച്ച ആളുകൾ ചോദിക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ പഠിപ്പിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. അള്ളാഹു നസ്ർ തീർച്ചയായിട്ടും വരും, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഫത്ഹും വരും. പക്ഷെ അത് നമുക്കറിയില്ല എപ്പോഴാണെന്നുള്ളത്. ആ ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു ഫത്ഹ്, ആ ഒരു നസ്ർ വളരെ അടുത്താണ് എന്ന് നമ്മളെപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തവക്കൽ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോവുക. കാരണം എപ്പോഴും ചോദിക്കുക, നമ്മളിപ്പോൾ പഠിച്ചു നസ്റിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അതിശക്തമായിട്ടുള്ള അള്ളാഹുവിൻ്റെ എന്താണ് സഹായമാണ്. അള്ളാഹുവിനെ പോലെ സഹായിക്കാൻ മറ്റാർക്കും സാധിക്കില്ല. ഇൻകമ്പയറബിൾ ആയിട്ടുള്ള സഹായമാണ് നസ്റുല്ലാഹ്. എപ്പോഴും അള്ളാഹുവിനെ ചോദിക്കുക, അള്ളാഹുമ്മ ഇന്നി അസ്അലുക നസ്ർ, അല്ലെങ്കിൽ അള്ളാഹു ഞാൻ നിന്റെ സഹായം, അള്ളാഹുമ്മ ഇന്നി അസ്അലുക നസ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം ഞാൻ ചോദിക്കുന്നു എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ആ ഒരു മഹത്തായ സഹായം നമുക്ക് വന്നു കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള വിജയം ലഭിക്കും. അപ്പോൾ അത് എപ്പോഴും അള്ളാഹുവിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കാം അല്ലെ. അതുപോലെ തന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ മനസ്സിലാക്കാം. എത്രയോ 10 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്തായിരുന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആളുകളുടെ സാമീപ്യം എങ്ങനെയായിരുന്നു എന്നും ഈ ഒരു എന്താണ് വിജയം അള്ളാഹുവിൽ നിന്നും ബന്ധത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിറ്റുവേഷൻ എത്ര മാറി മാറുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു വിചാരിച്ചാൽ ഏതൊരു സിറ്റുവേഷനും അനായാസം മറിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിൻ്റെ ആ ഒരു വിധിയിൽ നമ്മൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ എല്ലാ വിധികളും നമുക്ക് ഹൈറാണ്. എപ്പോഴും വീണ്ടും വീണ്ടും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അള്ളാഹുവിൻ്റെ എല്ലാ വിധികളിലും നമ്മൾ എന്താണ് റാഹത്തായിട്ട്, അല്ലെങ്കിൽ അത് ഹൈറാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലൊക്കെ നമ്മൾ ആശ്വാസം കണ്ടെത്തുക. അള്ളാഹുവിൽ നിന്നും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത ഫത്ഹ് ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലുറപ്പിക്കാം. അതുപോലെ തന്നെ അള്ളാഹു നമ്മളുടെ മൗലയാണ്. അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക, അള്ളാഹു നീ എൻ്റെ മൗലയാകണം, നീ എൻ്റെ വലിയ ആകണം. കാരണം അള്ളാഹുവിനെ പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ടും നമുക്കില്ല.
അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ നമ്മൾ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം മോസ്റ്റ് വിക്ടറി അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന വിജയം എന്താണ്? ജന്നയും മഗ്ഫിറത്താണ്. അത് ലഭിച്ച ഇവിടെ കിട്ടുന്ന ഈ ഒരു സഹായം ഒക്കെ എന്താണ്? അതൊക്കെ സെക്കൻഡറി ആണ്, അതൊക്കെ ദുന്യവിയാണ്. ആഖിറത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രൈമറി ആയിട്ടുള്ള നമ്മളുടെ ജന്നയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനും മുന്നിട്ട് ഇറങ്ങേണ്ടത് എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഹുദൈബിയ സന്ധിയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾക്ക് എതിരായിട്ട് തോന്നുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുകൂലമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷനിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ സിറ്റുവേഷൻസും തീർച്ചയായിട്ടും നമ്മളുടെ വിജയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുന്ന ഓരോ വഴികളാണ് എന്ന് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ തസ്രീബ അലൈക്കും അല്ലേ, നമ്മൾ വിട്ടുവീഴ്ചയുടെ ആളുകളാകാൻ ശ്രമിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ആ ജനതയോട് യൂസുഫ് അലൈഹി സ്വലാം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞതുപോലെ അദ്ദേഹം പറയാണ്, ഇന്ന ദിവസം നിങ്ങളുടെ മേൽ യാതൊരു കുറ്റവുമില്ല. എത്ര മനസ്സ് വിശാലത വേണം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു നമുക്കൊക്കെ അതുപോലെയുള്ള എന്താണ് മനസ്സ് അല്ലെ, വിശാലമായിട്ടുള്ള ആളുകൾക്ക് പുറത്തു കൊടുക്കാനും വിട്ടുകൊടുക്കാനും എല്ലാം അള്ളാഹുൽ ഭരമേൽപ്പിക്കാനുമുള്ള മനസ്സ് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തായിട്ട് രണ്ടാമത്തെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആ ഒരു വിജയം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വേൾഡിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ച ആ ഒരു വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയാണ്. യാക്കൂബ് അലൈഹി ഇസ്ലാമിന് നമുക്കറിയില്ല, യാക്കൂബ് അലൈഹി ഇസ്ലാം എത്രയോ വർഷങ്ങളോളം യൂസുഫ് അലൈഹി ഇസ്ലാമിന് വേണ്ടി കരഞ്ഞ് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണിൽ കാണിച്ചു കൊടുത്തു യൂസുഫ് അലൈഹി ഇസ്ലാമിന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണിൽ ആ ഒരു സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ ആ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മുടെ കാഫിറിനെ കുറിച്ച് പറഞ്ഞു, നമ്മളൊരിക്കലും ആളുകളെ കാഫിർ എന്ന് അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കാത്ത ആളുകൾ യഥാർത്ഥത്തിൽ മനുഷ്യരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ ബഖറയിലൂടെ പറയുന്നുണ്ട്, അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിൽ നിന്നും പിന്തിരിയുന്ന ആളുകൾ സഫിഹ നഫ്സ, അത് അവർ എന്താ പറയുക ബുദ്ധിയില്ലാത്ത ആളുകളാണെന്ന് പറയുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ നമ്മൾ ബുദ്ധിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് അസ്ലിം എന്ന് പറഞ്ഞപ്പോൾ അസ്ലം തുലി റബ്ബിൽ ആലമീൻ, ഞാനിതാ ലോകരക്ഷിതാവിലേക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള ആളുകളായിരിക്കണം നമ്മൾ അല്ലെ. നമ്മൾ ചിലത് സ്വീകരിക്കുക, ചിലത് എന്താണ് തിരസ്കരിക്കുക, അങ്ങനത്തെ ആളുകളാകരുത്. അള്ളാഹു നമ്മളടുത്ത് എന്ത് കമാൻഡ് ചെയ്തോ അതിലൊക്കെ നമ്മൾ അസ്ലം തു, ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലായിരിക്കണം എന്നും ഓർമ്മപ്പെടുത്തണം. അതുപോലെ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മുസ്ലിമൂന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആളുകൾ കൂട്ടമായിട്ട് വിശ്വസിക്കുന്നതിനെ കാണുകയും ചെയ്താൽ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, എന്താണ് യദ്ഖുലൂന എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ഫുൾ യഖീനോട് കൂടി 100% കൺവിക്ഷനോട് കൂടി അള്ളാഹുവിൻ്റെ ദീന് നമ്മൾ പ്രവേശിക്കണം എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്താറുള്ളത്. നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം എന്നും ഓർമ്മപ്പെടുത്താണ്. അവസാനമായിട്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു നമ്മളോട് പറഞ്ഞു, കൂടുതലായിട്ടും അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും ഹംദ് ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുക അല്ലേ. അപ്പം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയത്താണ് ഈ ഒരു സൂറത്ത് ഇറങ്ങിയത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ശേഷം ഒരുപാട് ഇബാദത്തുകളും ഒരുപാട് തസ്ബീഹും തഹ്മീദും ഇസ്തിഗ്ഫാറും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മളുടെ ലൈഫ് അവസാനം അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹിൽ നിന്നുള്ള ഒരു എന്താ പറയുക ദിവ്യ സന്ദേശം ഉണ്ടാകും. പക്ഷെ നമ്മൾക്ക് നമ്മളുടെ അവസാനം എപ്പോഴാണെന്നൊന്നും അറിയാത്ത കാരണം നമുക്ക് എപ്പോഴും ഈ ഒരു തസ്ബീഹും തഹ്മീദും ഇസ്തിഗ്ഫാറും ചെയ്യേണ്ടതുണ്ട്. ഇസ്തിഗ്ഫാർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മയോട് കൂടി ജന്നത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ ആ ഒരു അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക. ദിക്റുല്ലാഹിൽ
അക്ബർ എന്നവൾ പറഞ്ഞു അല്ലെ. അതുപോലെ ഈ ഒരു സൂറത്തിന്റെ ഫസ്റ്റ് ഭാഗം 1-2 ആയത്തുകൾ ഔട്ട്വേർഡ് വിക്ടറി ആണെങ്കിൽ 3-ാമത്തെ ആയത്ത് ഇൻവേർഡ് വിക്ടറി ആണ് അല്ലെ. നമ്മുടെ ഹൃദയം നമ്മൾ പ്യൂരിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ തസ്ബീഹും തഹ്മീദും ഇസ്തിഗ്ഫാറും ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അത്രയും വലിയ വിജയം വന്നപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വിജയമാണ് എന്നല്ല, നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി. ആ ഒരു സമയത്ത് നമുക്കറിയാം, എന്തെങ്കിലും വിജയം, നമുക്ക് എന്തെങ്കിലും ഭയങ്കര മാർക്ക് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഉന്നത വിജയം ലഭിച്ചാൽ ഏറ്റവും കൂടുതൽ അഹങ്കാരം ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താണ്, നീ അള്ളാഹിനെ പ്രകീർത്തിക്കുക, അള്ളാഹിനെ ഹംദ് ചെയ്യുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഏത് മേഖലയിലായിട്ട് ആയിക്കോട്ടെ, നമ്മളൊരു സ്റ്റുഡൻ്റ് ആയാലും ഒരു ടീച്ചറായാലും ഒരു ബോസ് ആയാലും എന്ത് മേഖലയിലായിക്കോട്ടെ, നമ്മൾക്ക് അവിടെയൊക്കെ നല്ലൊരു മരുമകൾ ആയാലും അല്ലെങ്കിൽ നല്ലൊരു അമ്മായിയാണെങ്കിലും നല്ലൊരു ഉമ്മയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹുവിനെ നമ്മൾ പ്രകീർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ എവിടെ വിജയിച്ചാലും അതൊക്കെ അള്ളാഹു നിന്നുള്ള നസ്ർ മാത്രമാണ്, നമ്മളുടെ കഴിവോ നമ്മളുടെ പവറോ ഒന്നും അല്ല എന്നും ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു അതുപോലെ തന്നെ അവസാനമായിട്ട് പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലുള്ള ആ ഒരു ആയിട്ടുള്ള നമ്മളുടെ നഫ്സിന്റെ ആ ഒരു അഹം എന്നുള്ള ആ ഒരു സ്വഭാവം നീ പ്യൂരിഫൈ ചെയ്യണം. അതിന് നീ എന്ത് ചെയ്യണം? നീ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താണ്. അതാണ് അതിലേറെ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്താ പറയുക നാശം അല്ലെ. നമ്മൾ പുറത്ത് കാണുന്ന നാശത്തിനേക്കാൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശൈത്താൻ കൊണ്ടുവരുന്ന നാശങ്ങളാണ് ഏറ്റവും വലിയ നാശം എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നമ്മൾക്കറിയാം, നമ്മളൊക്കെ ആളുകൾ ചിലപ്പോൾ ദീനിൻ്റെ കാര്യത്തിൽ കൊണ്ട് നമ്മളെ പ്രയാസപ്പെടുത്തുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്നുണ്ടാകും. പക്ഷെ നമ്മൾ ഓർക്കുക, അവസാനം അള്ളാഹുവിൻ്റെ ദീൻ തന്നെയാണ് വിജയിക്കുക. നമ്മളൊരിക്കലും ആ ഒരു കാരണം കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും വിട്ടുപോകരുത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ഈ ഒരു സൂറത്തിലെ. ഈ സൂറത്ത് അള്ളാഹു നിന്നുള്ള അതിമഹത്തായ ഒരു വിജയം വരും എന്ന് കാണിക്കുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആയത്തുകൾ മനസ്സിലാക്കാനും അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി നല്ല മുത്തഖിയായിട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. കൂടുതലായിട്ട് ഇസ്തിഗ്ഫാറും തസ്ബീഹും തഹ്മീദും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ആളുകളുടെ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നിന്നുള്ള എല്ലാ പ്രയാസങ്ങളിലും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നസ്ർ ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അതിൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടുമുട്ടി സന്തോഷ വാർത്ത അറിയിച്ചും അല്ലെങ്കിൽ നമ്മൾ ഈ അള്ളാഹുവിൻ്റെ നസ്റും ഫതഹും ഒക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. പരസ്പരം കണ്ടിട്ടില്ലാത്ത നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. اللهم ثبتنا عند الموت بلا إله إلا الله يا مقلب القلوب ثبت قلبي على دينك ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.